അങ്ങനെ ഉടൽ എന്ന് പറഞ്ഞ സിനിമ കണ്ടു. സോ ഇത് കുറേ കാലം ഇങ്ങനെ OTT കിട്ടാൻ വേണ്ടി കാത്തിക്കുന്നു. സോ തിയേറ്ററിൽ മിസ്സാക്കിയൊരു പടം തന്നെയായിരുന്നു. ഇന്നലെയാണ് OTT ഇറങ്ങിയിട്ടുള്ളത്. സോ ഇപ്പോൾ 1-2 കൊല്ലത്തായി ഭയങ്കര ലേറ്റാണ് OTT ഇറങ്ങാൻ വേണ്ടി, എന്താണെന്ന് അറിയില്ല. സോ OTT ഇറങ്ങി കണ്ടു. സിനിമ നല്ലൊരു എക്സ്പീരിയൻസ് തന്നെയാണ് കിട്ടിയിട്ടുള്ളത് കേട്ടോ. നല്ലൊരു അടിപൊളി എക്സ്പീരിയൻസ് തന്നെയായിരുന്നു. ഒരു ത്രില്ലർ വിഭാഗത്ത് പെടുന്ന സിനിമ തന്നെയാണ്. ഒരു ത്രില്ലർ ഡ്രാമ ആ വിഭാഗത്ത് പെടുന്ന സിനിമ തന്നെയാണ്. പിന്നെ റീവാച്ചബിലിറ്റി ഉണ്ടോ എന്ന് ചോദിച്ചാൽ റീവാച്ചബിലിറ്റി ഇല്ല തന്നെ പറയണം. ഒരു വട്ടം കാണാം അങ്ങനത്തെ ഒരു മോഡലാണ് ഉള്ളത്. സോ ഒരു വട്ടമെങ്കിലും കണ്ടിരിക്കേണ്ട ഒരു പടം തന്നെയാണ്. സോ ഫസ്റ്റ് ഓഫ് ഓൾ സിനിമ ഫുള്ളി A സർട്ടിഫിക്കറ്റ് കിട്ടിയ പടമാണ്. അതായത് കുറേയധികം വൾഗർ കമൻസും വയലൻസും സെക്ഷൽ കണ്ടന്റും ഉള്ള ഒരു സിനിമ തന്നെയാണ്. സോ ആ ഒരു മോഡിൽ മാത്രം ഇരുന്ന സിനിമ ആണ്. ഫുള്ളി ഒരു A പടമാണ് ഈ ഒരു സിനിമ. സോ അങ്ങനെയാണ് ഈ ഫുള്ളി സിനിമ വർക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത്. സോ സിനിമയുടെ സ്റ്റോറി പ്ലോട്ടിലേക്ക് പറഞ്ഞാൽ ഒരു വീട്ടിൽ നടക്കുന്ന കുറച്ച് കാര്യങ്ങൾ ആസ്പദമാക്കിയിട്ടാണ് സിനിമ മുമ്പോട്ട് പോകുന്നത്. അതായത് വീട്ടിൽ ഒരു ഫാമിലി ഉണ്ട്. സോ ഒരു ഫാമിലി തമ്മിലുള്ള കുറേ പ്രശ്നങ്ങളും കാര്യങ്ങളും എടുത്ത് കാണിച്ചിട്ടാണ് സിനിമ മുമ്പോട്ട് പോകുന്നത്. പിന്നെ ഒരു പ്രശ്നം പതിയെ മുന്നോട്ട് പോയി പിന്നെ വലിയൊരു പ്രശ്നത്തിലേക്ക് കൊണ്ടുപോയി ചാടിക്കുന്ന ആ ഒരു സിനിമേൻ്റെ മെയിൻ പ്ലോട്ട് എന്ന് തന്നെ പറയാം. സോ കൂടുതൽ കാര്യങ്ങൾ പറഞ്ഞില്ല, ബാക്കിയെല്ലാം നിങ്ങൾ കണ്ട് ആസ്വദിക്കുക. സോ ഈ സിനിമ ഫുള്ളി ഞാനിങ്ങനെ കണ്ടുകൊണ്ടിരുന്നപ്പം മലയാള സിനിമ ഇതുവരെ കാണാത്തൊരു സ്റ്റോറി പ്ലോട്ടായി തോന്നി. ഇതുവരെ ഇങ്ങനത്തെ ഒരു വയലൻസും കാര്യങ്ങളും ഉള്ള ഒരു സിനിമ ഞാൻ ഇപ്പം അടുത്ത് ഈ ഒരു കാലത്ത് മലയാള സിനിമ കണ്ടിട്ടില്ല. A സർട്ടിഫിക്കറ്റ് കിട്ടിയ ഒരു മലയാളം പടം എന്ന് പറയുമ്പോൾ, പിന്നെ ഒരു അത്യാവശ്യം വയലൻസും കാര്യങ്ങളുള്ള പടം എന്ന് പറയുമ്പോൾ ഈ അടുത്തൊന്നും ഞാൻ ഇങ്ങനത്തെ ഒരു മലയാള സിനിമ കണ്ടിട്ടില്ല. സോ ആ ഒരു കാര്യത്തിൽ ഈ സിനിമ വ്യത്യസ്തമായിട്ട് നിൽക്കുന്നുണ്ടെന്ന് അറിയാം വീട്ടിൽ പറഞ്ഞ സിനിമ. സോ ആ ഒരു ഫാമിലി തമ്മിലുള്ള ഒരു കുറേയധികം കോൺഫ്ലിക്ട്സും കാര്യങ്ങൾ തന്നെയാണ് കാണിക്കുന്നത്. പിന്നെ അത് കുറേയധികം വൾഗറായിട്ടുള്ള കാര്യങ്ങളും കുറേയധികം ക്രൂവാലിറ്റി ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം കാണിച്ചുകൊണ്ട് തന്നെയാണ് പോകുന്നത്. സോ അതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഈ സിനിമ പറ്റണമെന്നില്ല. അതുകൊണ്ട് തന്നെ ആ ഒരു മൂഡ് തന്നെ ഇരുന്ന് കാണുന്നതാണ് എനിക്കൊരു പറയാനുള്ളത്. ഒരു ത്രില്ലർ വിഭാഗത്ത് പോകുന്ന സിനിമ തന്നെയാണ്. സോ ഇതിനകത്ത് മെയിൻ കാസ്റ്റായിട്ട് വരുന്ന ധ്യാൻ ശ്രീനിവാസനും പിന്നെ ദുർഗാകൃഷ്ണനും പിന്നെ ഇന്ദ്രൻസ് ആണ്. സോ ഇതിൻ്റെ അകത്ത് ഈ 3 ആൾക്കാരാണ് മെയിനായിട്ട് ഇതിൻ്റെ ഈ സിനിമയിൽ മെയിനായിട്ട് പങ്കുവെക്കുന്നത്. പിന്നെ ബാക്കി കുറച്ച് സൈഡായിട്ട് കുറച്ച് ആൾക്കാരും വരുന്നുണ്ട്. ഈ ഒരു 3 ആക്ടേഴ്സ് കിഡിലെ അഭിനയം കേട്ടോ ഇതിൻ്റെ അകത്ത് കാഴ്ചവെച്ചിരിക്കുന്നത്. കിഡിലെ ആണ്. ഒരു 3 ആക്ടേഴ്സ് ഓരോരോ റോൾ അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. എസ്പെഷ്യലി ഇന്ദ്രൻസിന്റെ റോളിനെ പറ്റി പറഞ്ഞേ പറ്റി. ഇന്ദ്രൻസ് പൊളിച്ചടിക്കിട്ടുണ്ട് പറയാം. ഇന്ദ്രൻസിന്റെ ഒരു സെക്കൻഡ് ഹാഫിലോട്ട് എത്തുമ്പോഴേക്കുള്ളൊരു സീരിയലുണ്ട്. ശരിക്കും നമ്മൾ എത്ര ഒരു ടെറിഫൈ ആക്കുന്ന ഒരു അഭിനയം കാര്യങ്ങൾ തന്നെയാണ് ഇന്ദ്രൻസ് കാഴ്ചവെച്ചിട്ടുള്ളത്. ഇന്ദ്രൻസ് ഒരു കുറച്ചും കൂടി ഒരു പ്ലസ് പോയിന്റ് കൊടുക്കേണ്ടി വരും. പിന്നെ ദുർഗാകൃഷ്ണനും ധ്യാൻ ശ്രീനിവാസൻ അവരവരുടെ നല്ലോണം തന്നെ ചെയ്തിട്ടുണ്ട്. സോ മൂവി ഭയങ്കര സ്ലോ ബേൺ ആണ്. ഞാൻ അത് ഫസ്റ്റ് ഹാഫ് മൊത്തമായിട്ട് നോക്കിക്കഴിഞ്ഞാൽ ആ ഒരു കഥയിലേക്ക് കിടക്കാനുള്ള കുറച്ചൊരു വെളിച്ചിലും കാര്യങ്ങളും ഉണ്ട്. പക്ഷെ പെട്ടെന്ന് തന്നെ ആ കഥയിലേക്ക് ചാടിയിട്ട് പിന്നെ സ്ലോയിലേക്ക് ആ ഒരു ക്യാരക്ടേഴ്സിനെല്ലാം മുന്നോട്ട് പോയി എന്തെല്ലാം പ്രശ്നങ്ങൾ കാണിച്ചിട്ട് ആ ഒരു സിനിമ ഇങ്ങനെ മുന്നോട്ട് പോകാമെന്ന്. സോ അങ്ങനെ മുന്നോട്ട് പോയി ആ ഒരു ഇന്റർവൽ പഞ്ച് എത്തുന്ന വരെ നിങ്ങളൊന്ന് പിടിച്ചിരിക്കണം. ആ ഇന്റർവൽ പഞ്ച് അടിപൊളിയാണ്. ഇന്റർവൽ പഞ്ചിന് ശേഷം മൊത്തം ഒരു കഥ മൊത്തം ടെറയിൽ തന്നെ ചേഞ്ച് ആവും. ആ ഒരു ഫസ്റ്റ് ഹാഫ് മൊത്തം ഒരു ഡ്രാമ വിഭാഗത്ത് പോയിട്ട് സെക്കൻഡ് ഹാഫ് മൊത്തം ഒരു ത്രില്ലർ വിഭാഗത്തിലേക്ക് മാറുന്ന സംഭവം നമ്മൾ കാണുന്നത്. ആ ഫസ്റ്റ് ഹാഫിലെ കുറച്ച് ആക്ഷനും കാര്യങ്ങളും നിങ്ങളൊന്ന് പരിഗണിച്ച സെക്കൻഡ് ഹാഫിലോട്ട് എത്തുമ്പോൾ ഒരു കിഡിലെ എക്സ്പീരിയൻസ് തന്നെയാണ്. ത്രില്ലർ എക്സ്പീരിയൻസ് തന്നെ കിട്ടിയിട്ടുണ്ട്. എസ്പെഷ്യലി ഇന്ദ്രൻസിന്റെ ആക്ടിങ് ഒരു രക്ഷയില്ല. മൂപ്പര് ആ റോളെല്ലാം കിഡിലായി ചെയ്തിട്ടുണ്ട്. അത്രയ്ക്കൊരു ടെറിഫൈങ് ആയിട്ടുള്ള ഒരു സംഭവം. പിന്നെ ഞാൻ ഈ സെക്കൻഡ് ഹാഫിൽ ഈ സിനിമ ഇങ്ങനെ കണ്ടുകൊടുക്കുമ്പോൾ എൻ്റെ മനസ്സിൽ എൻ്റെ ഏതോ സിനിമേൻ്റെ ഓരോരോ ഇങ്ങനെ ചെറിയ വൈബും കാര്യങ്ങളും അടിച്ചത് ഞാൻ ഇങ്ങനെ കണ്ടുകൊടുക്കുമ്പോൾ എനിക്ക് ഇത് എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ ഒരു തോട്ട്സ് എൻ്റെ മനസ്സിൽ വന്നത്. നമ്മളെ ഹോളിവുഡ് മൂവിയിൽ ഡോൺ ബ്രീത്ത് എന്ന് പറഞ്ഞൊരു സിനിമ കണ്ടിട്ടുണ്ട്. ഡോൺ ബ്രീത്തും ഡോൺ ബ്രീത്ത് 2 എന്ന് പറഞ്ഞ സിനിമകൾ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാം. ആ ഒരു ഏകദേശം ഒരു പ്ലോട്ട് അതിൻ്റെ ഏകദേശം ഒരു റെഫറൻസ് ഇതിൻ്റെ അകത്ത് കൊടുത്തിട്ടുണ്ട് എന്ന് പറയാം. റെഫറൻസ് അല്ല, അതിൻ്റെ ഏകദേശം പ്ലോട്ടും കാര്യങ്ങളും ഇതിൻ്റെ അകത്ത് ഒരേപോലത്തെ തന്നെ സാമ്യമായിട്ട് എനിക്ക് തോന്നി. സോ ആ ഒരു ഹോളിവുഡ് വേർഷൻ ഡോൺ ബ്രീത്തിൻ്റെ ഒരു മിനി വേർഷൻ ആയിട്ട് വേണമെങ്കിൽ നമുക്ക് ഈ ഒരു ഉടൽവാദ സിനിമയെ കണക്കാക്കാം. അങ്ങനെയാണ് ഇന്ദ്രൻസിൻ്റെ റോൾ എനിക്ക് ആ ഒരു ഡോൺ ബ്രീത്തിലെ ഒരു അച്ചാച്ചൻ്റെ റോളായിട്ട് നല്ല ഈ സാമ്യം തോന്നി. സോ ആ ഒരു കാര്യത്തിൽ നല്ല ഈക്കാൻ ഈ ഉടൽവാദ സിനിമ വിജയിച്ചിട്ടുണ്ട് വേണം പറയാം. സോ സിനിമയാകെ 2 മണിക്കൂർ റൺ ടൈമുള്ള ആ 2 മണിക്കൂറിൽ കാണിക്കേണ്ട കാര്യത്തിൽ കാണിച്ചിട്ടാണ് സിനിമ അവസാനിപ്പിക്കുന്നത്. സോ ആ ഒരു വീട്ടിൽ നടക്കുന്ന കുറേ കാര്യങ്ങൾ തന്നെ ഒരു ഇന്റർവൽ പഞ്ചത്തിന് ആ ഒരു കുടുംബത്തിലുള്ള പ്രശ്നങ്ങളിൽ കൂടി വേറെ ലെവലായിട്ട് വന്നാണ് ഒരു ത്രില്ലർ വിഭാഗത്തിലേക്ക് കിടക്കുന്നത്. സോ ആ ഒരു സെക്കൻഡ് ഹാഫ് കാണാൻ വേണ്ടി നിങ്ങൾ എന്തായാലും ഫസ്റ്റ് ഹാഫ് കടക്കണമെന്നേ പറയുള്ളൂ. സോ നല്ലൊരു സിനിമ ഒരു പ്രാവശ്യങ്ങളിൽ കണ്ടിരിക്കേണ്ട സിനിമയായിട്ട് തന്നെ എനിക്ക് തോന്നി. നല്ല രീതിക്ക് വയലൻസും കാര്യങ്ങളും അത്യാവശ്യം ഇതിൻ്റെ അകത്തുണ്ട്. ഒരു A സർട്ടിഫിക്കറ്റ് കിട്ടുന്ന വയലൻസും കാര്യങ്ങളും എല്ലാം ഉണ്ട്. നല്ല രീതിക്ക് വൾഗർ കമൻസും കാര്യങ്ങളെല്ലാം ഉണ്ട്. സോ അതൊന്നും മനസ്സിൽ വിചാരിച്ച് സിനിമ കാണുമെന്ന് പറയുള്ളൂ. സോ കൂടുതൽ കാര്യങ്ങൾ ഞാൻ പറയുന്നത് സിനിമ ഒന്ന് കണ്ട് എക്സ്പീരിയൻസ് ചെയ്യാൻ പറയുള്ളൂ. കണ്ടിട്ടുള്ള എന്തായാലും കണ്ടുനോക്കുക. സോ വീഡിയോ ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. സോ അടുത്ത വീഡിയോ വീണ്ടും കാണാം. നന്ദി.